വീഡിയോയിൽ സ്വാർത്ഥ അനുമാൻ ആൻഡ് പരാർത്ഥ അനുമാൻ ഈ രണ്ട് ടൈപ്സ് ഓഫ് ഇൻഫറൻസസ് ആണ് നമ്മൾ എക്സ്പ്ലോർ ചെയ്യാനായിട്ട് പോകുന്നത്. അഫ്കോഴ്സ് ദിസ് ഏരിയ കംസ് അണ്ടർ ഇന്റൽ ലോജിക്. ഇന്റൽ ലോജിക് ഏതിൻ്റെ പാർട്ടാണ്? ലോജിക്കൽ റീസണിങ് എന്ന മൊഡ്യൂളിൻ്റെ ഭാഗമായിട്ട് വരുന്നതാണ്. സോ അതിനകത്തെ ഇന്റൽ ലോജിക്കിലെ വളരെ സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ് അനുമാൻ അല്ലെങ്കിൽ ഇൻഫറൻസ് എന്ന് പറയുന്നത്. സോ ഇൻഫറൻസ് ഇസ് ആക്ച്വലി പാർട്ട് ഓഫ് പ്രമാണസ്. അതായത് നമ്മൾ ഈ ലോകത്തെക്കുറിച്ചുള്ള വാലിഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ വാലിഡ് നോളജ് എന്ന് തന്നെ നമുക്ക് വേണമെങ്കിൽ പറയാം. അത് അക്വയർ ചെയ്യാൻ, ആക്സസ് ചെയ്യാൻ നമ്മളെ സഹായിക്കുന്ന വാലിഡ് ആയിട്ടുള്ള മീൻസ് അല്ലെങ്കിൽ ഏതൊക്കെ മാർഗങ്ങളിലൂടെയാണ് വാലിഡ് ആയിട്ടുള്ള നോളജ് നമ്മൾ അക്വയർ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ആ മീൻസിനെയാണ് നമ്മൾ പ്രമാണാസ് എന്ന് പറയുക. അതിനകത്ത് വളരെ സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ഒരു പ്രമാണയാണ് അനുമാൻ അല്ലെങ്കിൽ ഇൻഫറൻസ് എന്ന് പറയുന്നത്. സോ ഇൻഫറൻസിൻ്റെ സ്ട്രക്ചർ വളരെ സിഗ്നിഫിക്കൻ്റ് ആയിട്ടൊരു പാർട്ടായിട്ട് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യാറുണ്ട്. ഈ അനുമാൻ അല്ലെങ്കിൽ ഇൻഫറൻസ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് കോൺസെപ്റ്റുകൾ നിങ്ങൾക്ക് എക്സാം പോയിന്റ് ഓഫ് വ്യൂ വളരെ സിഗ്നിഫിക്കൻ്റ്ലി എക്സ്പ്ലോർ ചെയ്യുന്നതായിട്ട് കാണാനായിട്ട് സാധിക്കും. അതോടൊപ്പം തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയി ഇൻഫറൻസ് റിലേറ്റഡ് ആയിട്ട് നമ്മൾ പഠിച്ചിരിക്കുന്ന ഒരു ഏരിയ ആണ് ടൈപ്സ് ഓഫ് ഇൻഫറൻസ് അല്ലെങ്കിൽ ടൈപ്സ് ഓഫ് അനുമാൻ എന്ന് പറയാം. സോ നമുക്ക് പഠന സൗകര്യാർത്ഥം ഈ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഇൻഫറൻസിനെ ഡിഫറെൻറ്റ് കാറ്റഗറീസ് ആയിട്ട് തരംതിരിക്കാനായിട്ട് സാധിക്കും. ഇതിനു മുമ്പും പല തരത്തിലുള്ള പല ടൈപ്സ് ഓഫ് അനുമാൻ നമ്മൾ ഓൾറെഡി ഈ വീഡിയോ അല്ലെങ്കിൽ ഈ യൂട്യൂബ് ചാനലിൽ തന്നെ പല സെഷൻസ് ആയിട്ട് നമ്മൾ എക്സ്പ്ലോർ ചെയ്തിട്ടുണ്ട്. അപ്പം അങ്ങനെ നമ്മൾ ഇതിനു മുമ്പ് അനുമാൻ അല്ലെങ്കിൽ ഇൻഫറൻസിൻ്റെ ഡിഫറെൻറ്റ് ടൈപ്സ് എക്സ്പ്ലോർ ചെയ്തതിൻ്റെ വീഡിയോ ലിങ്ക്സ് നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അവൈലബിൾ ആണ്. യു ക്യാൻ എക്സ്പ്ലോർ ദാറ്റ് ടൈപ്സ് ഓഫ് ഇൻഫറൻസസ് ആസ് വെൽ. അതും നിങ്ങൾക്ക് തീർച്ചയായിട്ടും പഠനത്തിന് ഹെൽപ്ഫുൾ ആയിരിക്കും. ഈ സെഷനിൽ വളരെ സ്പെസിഫിക്കലി രണ്ട് തരത്തിലുള്ള ഇൻഫറൻസസ് ആണ് നമ്മൾ എക്സ്പ്ലോർ ചെയ്യാനായിട്ട് പോകുന്നത്, സ്വാർത്ഥ അനുമാൻ ആസ് വെൽ ആസ് പരാർത്ഥ അനുമാൻ. സോ ഈ ഒരു കോൺസെപ്റ്റ് എത്ര ഡെപ്തിൽ നിങ്ങൾ പഠിക്കണമെന്ന് മനസ്സിലാക്കാനായിട്ട് എൻ്റെ UGCനെ ഡിസംബർ 2023 ചോദിച്ചിട്ടുള്ള ഒരു സാമ്പിൾ ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. സോ ഇതാണ് ആ ക്വസ്റ്റ്യൻ. ഇതൊരു സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. വേറെ സ്റ്റേറ്റ്മെൻറ്റ് 1 പറഞ്ഞിരിക്കുന്നത് എന്താ? Among the 5 propositions in Nyaya syllogism, the first pratigna coincides with the fifth, that is Nigman. And statement 2 says, among the 5 propositions in Nyaya syllogism, the second hedu coincides with the fourth, that is Ubanai. So, ഈ സ്റ്റേറ്റ്മെൻറ്റുകൾ നമ്മൾ പരിശോധിച്ച് കഴിഞ്ഞാൽ ഇത് ആക്ച്വലി പരാർത്ഥ അനുമാനിലെ ഡിഫറെൻറ്റ് സ്റ്റെപ്സുമായിട്ട് ബന്ധപ്പെട്ട ഒരു കോൺസെപ്റ്റാണ്. അപ്പോൾ അതിനകത്ത് വളരെ ഡെപ്തിൽ നമ്മൾ അതിൻ്റെ ആശയങ്ങൾ മനസ്സിലാക്കിയാൽ മാത്രം ആൻസർ ചെയ്യാനായിട്ട് സാധിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഒരു എക്സ്റ്റെൻഡഡ് ക്വസ്റ്റ്യൻ എന്ന് വേണമെങ്കിൽ പറയാം. അപ്പം പരാർത്ഥ അനുമാൻ എന്താണെന്നോ അല്ലെങ്കിൽ അതിൻ്റെ സ്റ്റെപ്സ് മാത്രമോ അറിയുന്ന ഒരാൾക്ക് പലപ്പോഴും ഈ സ്റ്റേറ്റ്മെൻറ്റുകൾ ആൻസർ ചെയ്യാനായിട്ട് ബുദ്ധിമുട്ട് വരാനായിട്ടുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ എനിവേ നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ ഈ സെഷനിൽ ഈ രണ്ട് ടൈപ്സും പരാർത്ഥ അനുമാനും സ്വാർത്ഥ അനുമാനം എന്താണെന്ന് നമ്മൾ നോക്കും. പരാർത്ഥ അനുമാനിൻ്റെ ഡിഫറെൻറ്റ് സ്റ്റെപ്സ് നിങ്ങളിവിടെ കണ്ടാൽ അറിയാം. 5 പ്രൊപ്പോസിഷൻസ് എന്ന് പറയുന്നുണ്ട്. ആ പ്രൊപ്പോസിഷൻസിനകത്ത് തന്നെ ഫസ്റ്റ് കോയിൻസൈഡ്സ് വിത്ത് ഫിഫ്ത്ത്. അപ്പോൾ പലതരത്തിലുള്ള 5 പ്രൊപ്പോസിഷൻസ് തമ്മിൽ എന്തോ ഒരു കണക്ഷൻ ഉണ്ടോ എന്നുള്ളതിനെ ബേസ് ചെയ്തിട്ടാണ് ഈ സ്റ്റേറ്റ്മെൻറ്റുകൾ വന്നിട്ടുള്ളത് നമുക്ക് എക്സ്പ്ലോർ ചെയ്യാനായിട്ട് കഴിയുന്നുണ്ട്. അപ്പോൾ ഈ ഒരു രണ്ട് ടൈപ്സ് ഓഫ് ഇൻഫറൻസസ് അതിനകത്ത് വളരെ സ്പെസിഫിക് പരാർത്ഥ അനുമാനിൻ്റെ 5 സ്റ്റെപ്സ് എന്തൊക്കെ, ആ സ്റ്റെപ്സ് തമ്മിൽ അല്ലെങ്കിൽ 5 പ്രൊപ്പോസിഷൻസ് ഓഫ് സ്റ്റേറ്റ്മെൻറ്റ്സ് ഏതൊക്കെ, അത് തമ്മിൽ എന്തെങ്കിലും കണക്ഷൻസ് ഉണ്ടോ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ സെഷനിൽ എക്സ്പ്ലോർ ചെയ്യാനായിട്ട് പോകുന്നത്. ഞാൻ ഓൾറെഡി പറഞ്ഞു നമുക്ക് പല ടൈപ്സ് ഓഫ് ഇൻഫറൻസ് ഉണ്ട്. പല രീതികളിൽ അല്ലെങ്കിൽ പല ടൈപ്സ് ആയിട്ട് നമുക്ക് അനുമാൻ അല്ലെങ്കിൽ ഇൻഫറൻസിനെ ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് സാധിക്കും. സോ പഠന സൗകര്യാർത്ഥം നമുക്കതിനെ പല ഗ്രൂപ്പ്സ് ആയിട്ട് പഠിക്കാം. അങ്ങനെയാണെങ്കിൽ എന്തിനു വേണ്ടി നമ്മളൊരു ഇൻഫറൻസ് ചെയ്യുന്നു അല്ലെങ്കിൽ അതിൻ്റെ പർപ്പസ് എന്താണ് എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമുക്ക് ഈ ടൈപ്സ് ഓഫ് ഇൻഫറൻസിലെ സ്വാർത്ഥ അനുമാനം പരാർത്ഥ അനുമാനം ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് സ്വാർത്ഥ അനുമാനം എന്താണെന്ന് നോക്കാം. സ്വാർത്ഥ അനുമാനം എന്ന് പറഞ്ഞാൽ എന്താ? ഇറ്റ്സ് ഇൻഫറൻസ് ഫോർ വൺ സെൽഫ്. അതായത് നമുക്ക് തന്നെ കൺവിക്ഷന് വേണ്ടി അല്ലെങ്കിൽ നമ്മളെ തന്നെ കൺവിൻസ് ചെയ്യാനായിട്ട് ചില സമയത്ത് നമുക്ക് ഇൻഫറൻസസ് ഉപയോഗപ്പെട്ടേക്കാം. അപ്പോൾ നമ്മളൊരു കാര്യം കാണുന്നു, ആ കാര്യത്തിൽ നിന്ന് നമ്മൾ ചില ഇൻഫറൻസസ് ഡെഡ്യൂസ് ചെയ്തെടുക്കുന്നു. അപ്പോൾ നമ്മൾ തന്നെ എന്ത് ചെയ്യുക? കോണ്ടംപ്ലേറ്റ് ചെയ്യുക. നമ്മുടെ തന്നെ മനസ്സിൽ നമ്മൾ തന്നെ എന്ത് ചെയ്യാണ്? ഒരു ഇൻഫറൻസിലേക്ക് വരാനായിട്ട് ശ്രമിക്കുകയാണ്. അപ്പോൾ ഇതിനകത്ത് വേറൊരാളെ കൺവിൻസ് ചെയ്യേണ്ട ഒരു ആവശ്യം നമുക്കില്ല. നമ്മളെ തന്നെ കൺവിൻസ് ചെയ്യാൻ അല്ലെങ്കിൽ നമ്മുടെ കൺവിക്ഷന് വേണ്ടിയിട്ടുള്ള ഒരു ഇൻഫറൻസ് ആണിത്, ഇൻഫറൻസ് ഫോർ വൺ സെൽഫ്. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് പറയാനായിട്ട് സാധിക്കും? ഇവിടെ നമുക്കൊരു ഫോർമൽ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ ആവശ്യം വരുന്നില്ല. കാരണം നമ്മൾ മറ്റൊരാളെ പറഞ്ഞ് കൺവിൻസ് ചെയ്യുകയല്ല, നമ്മളെ തന്നെ കൺവിൻസ് ചെയ്യുകയാണ്. അപ്പോൾ ഒരു സെൽഫ് പെർസ്പെക്റ്റീവ് ഗെസ്സിങ് ഓഫ് അനുമാൻ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. നമ്മളുടെ സ്വന്തം സെൽഫ് പെർസ്പെക്റ്റീവിനെ ബേസ് ചെയ്തുകൊണ്ട് വി ആർ ഇൻഫറിങ് സംതിങ്. അതാണ് ശരിക്കും സ്വാർത്ഥ അനുമാനിൽ നടക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിനകത്തൊരു ഫോർമൽ സ്റ്റേറ്റ്മെൻറ്റ് അല്ലെങ്കിൽ ഒരു ഫോർമൽ ഒരു സ്ട്രക്ചറിൻ്റെ ആവശ്യമില്ല എന്ന് തന്നെ നമുക്ക് പറയാം. അങ്ങനെയാണെങ്കിൽ പരാർത്ഥ അനുമാനം എന്ന് പറഞ്ഞാൽ എന്താ? പരാർത്ഥ അനുമാനം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലായി അല്ലെങ്കിൽ നമ്മളൊരു കാര്യം ഇൻഫർ ചെയ്തു, അത് നിങ്ങൾക്ക് മറ്റൊരാളെ പറഞ്ഞ് കൺവിൻസ് ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ വന്നാൽ അതിനെയാണ് പരാർത്ഥ അനുമാനം എന്നതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു ഫോം ഉണ്ട്, അതിനകത്ത് ഡിഫറെൻറ്റ് സ്റ്റെപ്സ് അല്ലെങ്കിൽ സ്റ്റേജസ് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് സാധിക്കും. സോ അക്കോർഡിംഗ് ടു ന്യായ ഫിലോസഫേഴ്സ്,
Parartha Hanuman must be stated in the form of 5 prepositions. അതായത് ഈ prepositions എന്ന് പറഞ്ഞാൽ നമ്മൾ ലോജിക്കലി യൂസ് ചെയ്യുന്ന ഒരു ടേം ആണ് which can be associated with the term statements. അതായത് 5 സ്റ്റേറ്റ്മെന്റ്സ് ആണ് ഈ ന്യായ ഫിലോസഫേഴ്സ് പരാർത്ഥ ഹനുമാൻ അത് സ്റ്റേറ്റ് ചെയ്യും. നമ്മൾ ഓൾറെഡി പറഞ്ഞു, നമ്മൾ മറ്റൊരാളെ കൺവിൻസ് ചെയ്യാനായി അല്ലെങ്കിൽ ഒരു കാര്യം നമ്മൾ മറ്റൊരാൾക്ക് പറഞ്ഞ് മനസ്സിലാക്കിയാണ്. അപ്പോൾ അവിടെ നമുക്ക് എന്തൊരു ഫോർമൽ സ്ട്രക്ചറിൻ്റെ ആവശ്യം വരും. ആ ഫോർമൽ സ്ട്രക്ചറിൽ നമുക്ക് എന്തുണ്ടാവും, ഡിഫറെൻറ്റ് സ്റ്റേറ്റ്മെൻറ്റുകൾ ഉണ്ടാവും. ആ സ്റ്റേറ്റ്മെൻറ്റുകളെ നമ്മൾ പ്രപ്പോസിഷൻസ് എന്ന് വിളിക്കുന്നു. അപ്പോൾ ന്യായ ഫിലോസഫി അനുസരിച്ച് ഈ പരാർത്ഥ ഹനുമാനിൽ എത്ര പ്രപ്പോസിഷൻസ് ഉണ്ട്? 5 പ്രപ്പോസിഷൻസ് ഉണ്ട്. അതിന് അവയവാസ് എന്ന് വേണമെങ്കിൽ നമുക്ക് വിളിക്കാം. അതുകൊണ്ട് തന്നെ ഈ ഒരു പെർട്ടിക്കുലർ ന്യായ സിലജിസത്തിൽ അല്ലെങ്കിൽ ന്യായ ഫിലോസഫിയിലെ ഈ പരാർത്ഥ ഹനുമാനെ നമുക്ക് എങ്ങനെ വിളിക്കാം? ഇറ്റ് ഈസ് കോൾഡ് 5 മെമ്പേർഡ് സിലജിസം ഓർ പഞ്ചവയവി ഹനുമാൻ എന്ന് നമുക്കതിനെ വിളിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ നിങ്ങൾക്ക് ക്ലിയർ ആണല്ലോ. പരാർത്ഥ ഹനുമാനിൽ വി ആർ യൂസിങ് ദിസ് ഇൻഫറൻസ് ടു കൺവിൻസ് അതേഴ്സ്. അതുകൊണ്ട് തന്നെ അതിനൊരു ഫോർമൽ സ്റ്റേറ്റ്മെൻറ്റ് ആവശ്യമുണ്ടാവും. പല സ്റ്റേജസ് അല്ലെങ്കിൽ സ്റ്റെപ്സ് നമുക്ക് കാണാം. 5 പ്രപ്പോസിഷൻസ് അല്ലെങ്കിൽ 5 സ്റ്റെപ്സ്, സ്റ്റേജസ് അല്ലെങ്കിൽ സ്റ്റേറ്റ്മെന്റ്സ് അടങ്ങുന്നതാണ് പരാർത്ഥ ഹനുമാൻ. അതുകൊണ്ട് തന്നെ ആ 5 പ്രപ്പോസിഷൻസിനെ നമ്മൾ അവയവാസ് എന്ന് വിളിക്കുന്നത് കൊണ്ട് ഇറ്റ് ഇസ് ടേംഡ് as 5 മെമ്പേർഡ് സിലജിസം അഥവാ പഞ്ചവയവി ഹനുമാൻ. അപ്പം അങ്ങനെയാണെങ്കിൽ ഇതിനകത്തെ ഈ 5 സ്റ്റേജസ് ഓർ സ്റ്റെപ്സ് ഏതൊക്കെയാണ്?
പ്രതിജ്ഞ, ഹേതു, ഉദാഹരൺ, ഉപനയ, നിഗമൻ. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ഓരോ ടേംസിൻ്റെ സീക്വൻസ് പഠിക്കണം. ഈ സീക്വൻസിലുള്ള അല്ലെങ്കിൽ ഈ ഓരോ ടേംസിൻ്റെയും ഡിസ്ക്രിപ്ഷൻ എന്താണ് ഈ ടേംസ് ഉദ്ദേശിക്കുന്നതെന്ന് മനസ്സിലാക്കണം. ആൻഡ് ഓൾസോ ഇഫ് യു ക്യാൻ എക്സ്പ്ലോർ സം എക്സാമ്പിൾസ് ഇൻ ഓർഡർ ടു എക്സ്പ്ലെയിൻ ദീസ് ടേംസ്, ദാറ്റ് ഈസ് അഗെയിൻ വെരി ഇമ്പോർട്ടൻറ്റ്. ആസ് ദ ഫോളോയിങ് ഒക്കെ ആയിട്ട് ചോദിച്ച് കാണാറുണ്ട്. അപ്പോൾ എന്താ നിങ്ങൾ നോക്കൂ, പ്രതിജ്ഞ, ഹേതു, ഉദാഹരൺ, ഉപനയ, നിഗമൻ. ഇതാണ് നമ്മളുടെ ഡിഫറെൻറ്റ് സ്റ്റെപ്സ്. അപ്പോൾ ഇത് ഓരോന്നും എന്താണെന്ന് നമുക്ക് നോക്കാം. പ്രതിജ്ഞ എന്ന് പറഞ്ഞാൽ എന്താ? ദ ലോജിക്കൽ സ്റ്റേറ്റ്മെന്റ് വിച്ച് ഈസ് ടു ബി പ്രൂവ്. ഫോർ എക്സാമ്പിൾ, ഇപ്പം നിങ്ങൾ നമ്മളൊരു ഇൻഫറൻസ് എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു ഇൻഫർ ചെയ്യുക, അല്ലെങ്കിൽ ഒരു ഇൻസ്റ്റൻസ് നിങ്ങൾ എടുത്തിട്ട് ഒരു എക്സാമ്പിൾ ആയിട്ട് അതിനെ അസോസിയേറ്റ് ചെയ്യുകയാണെങ്കിൽ ഇങ്ങനെ നമുക്ക് വേണമെങ്കിൽ പറയാം. ലെറ്റ്സ് സേ നിങ്ങളൊരു ദിവസം രാവിലെ നിങ്ങളിങ്ങനെ ഒരു സ്ഥലത്തൂടെ ഇങ്ങനെ നടന്നു പോകുന്നു. അപ്പോൾ നിങ്ങൾ നോക്കുമ്പോൾ അവിടെ ഒരു ഹില്ലുണ്ട്. അപ്പോൾ ഹില്ലിൽ നിന്ന് പെട്ടെന്ന് സ്മോക്ക് വരുന്നതായിട്ട് നിങ്ങൾ കാണുകയാണെന്ന് വിചാരിക്കാം. അപ്പോൾ നിങ്ങൾ സ്മോക്ക് വരുന്ന കണ്ടു, സഡൻലി നിങ്ങൾ എന്ത് പറയും? അവിടെ തീ ഉണ്ടെന്ന് പറയും. സോ ഇത് ആക്ച്വലി എന്താണ്? ഒരു ഇൻഫറൻസ് ആണ്. ഇത് എങ്ങനെ നമ്മൾ ഇൻഫറൻസ് എന്ന് വിളിക്കുന്നത്? നിങ്ങൾ വഴി കൂടെ പോകുന്ന സമയത്ത്, അല്ലെങ്കിൽ നിങ്ങൾ ഒരു സ്ഥലത്തൂടെ നടന്നു പോയ സമയത്ത് സഡൻലി മലയുടെ മുകളിൽ നിന്ന് പുക പൊങ്ങുന്നതാണ് നിങ്ങൾ കണ്ടത്. ഈ സ്മോക്ക് എന്ന് പറയുന്ന സാധനമാണ് നിങ്ങൾ കാണുന്നത്. പക്ഷെ നിങ്ങൾ പറയുന്നത് എന്താ? അവിടെ സ്മോക്ക് ഉണ്ടെന്നല്ല, അവിടെ തീ ഉണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ ആ സ്മോക്ക് എന്ന് പറയുന്ന കാരണത്തിൽ നിന്ന് നിങ്ങൾ ഇൻഫർ ചെയ്യുന്ന ക്യാരക്ടറാണ് എന്ത്? ഫയർ എന്ന് പറയുന്നത്. അപ്പോൾ ദിസ് ഇസ് എൻ എക്സാമ്പിൾ ഫോർ ഇൻഫറൻസ്. അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഈ ഒരു സിറ്റുവേഷൻ അല്ലെങ്കിൽ ഈ ഒരു പഞ്ചവയവ അനുമാനം അല്ലെങ്കിൽ പരാർത്ഥ അനുമാൻ്റെ 5 സ്റ്റെപ്സിനെ നമുക്ക് എക്സ്പ്ലോർ ചെയ്യാം. അപ്പോൾ പ്രതിജ്ഞ എന്ന് പറഞ്ഞ ലോജിക്കൽ സ്റ്റേറ്റ്മെന്റ് വിച്ച് ഇസ് ടു ബി പ്രൂവ്ഡ്. അതായത് ഇവിടെ നിങ്ങൾ ഇങ്ങനെ ഒരു ഇൻഫറൻസ് പറയുമ്പോൾ, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു കോണ്ടെക്സ്റ്റ് എക്സാമ്പിൾ നിങ്ങൾ എടുക്കുമ്പോൾ നിങ്ങൾക്ക് പ്രൂവ് ചെയ്യേണ്ട കാര്യം എന്താ നിങ്ങൾ പ്രൂവ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? ഹില്ലിൽ ഫയർ ഉണ്ട് എന്നുള്ളതാണ് നിങ്ങൾ പ്രൂവ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ലോജിക്കൽ സ്റ്റേറ്റ്മെന്റ്. അതിനെയാണ് നമ്മൾ പ്രതിജ്ഞ എന്ന് വിളിക്കുന്നത്. അപ്പോൾ പ്രതിജ്ഞ എന്ന് പറഞ്ഞാൽ എന്താ? ദ ലോജിക്കൽ സ്റ്റേറ്റ്മെന്റ് വിച്ച് ഈസ് ടു ബി പ്രൂവ്ഡ്. അതിന് എക്സാമ്പിൾ ആയിട്ട് നമുക്ക് എന്ത് പറയാം? ദർ ഇസ് ഫയർ ഓൺ എ ഹിൽ. അതായത് ആ ഹില്ലിൽ ഫയർ ഉണ്ട് എന്നുള്ളതാണ് നിങ്ങൾക്ക് ലോജിക്കലി പ്രൂവ് ചെയ്യേണ്ട സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത്. അത് നമ്മുടെ പ്രതിജ്ഞ. ഇനി രണ്ടാമത് എന്താ? ഹേതു. ഹേതു എന്ന് പറഞ്ഞാൽ എന്താ? ദ റീസൺ ഫോർ ദി എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് ദി പ്രൊപ്പോസിഷൻ. അതിന്റെ മീനിങ് എന്താ? എന്തുകൊണ്ടാണ് നിങ്ങൾ ആദ്യം പറഞ്ഞ ഈ ലോജിക്കൽ സ്റ്റേറ്റ്മെന്റ് പറയാനായിട്ട് ഇടയായത്? വാട്ട് ഈസ് ദ റീസൺ ബിഹൈൻഡ് ദാറ്റ്? ഇപ്പം നിങ്ങൾ പറയാണ് ആ മലയിൽ തീ ഉണ്ട് എന്ന് എനിക്ക് പ്രൂവ് ചെയ്യണം, അതാണ് എൻ്റെ ലോജിക്കൽ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുമ്പോൾ എന്തുകൊണ്ടാണ് നിങ്ങൾ അവിടെ തീ ഉണ്ടെന്ന് പറയുന്നത്? ബിക്കോസ് യു ഹാവ് വിറ്റ്നസ്ഡ് ഓർ യു ഹാവ് സീൻ സ്മോക്ക് ഓൺ ദി ഹിൽ. അല്ല, അവിടെ നിങ്ങൾ സ്മോക്ക് കണ്ടു, അതുകൊണ്ടാണ് നിങ്ങൾ അവിടെ ഫയർ ഉണ്ടെന്ന് പറയാനായിട്ട് ശ്രമിക്കുന്നത്. അപ്പോൾ ആ ഹേതു അല്ലെങ്കിൽ ആ കാരണം, അതാണ് രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ്. ദ റീസൺ ഫോർ ദി എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് ദി പ്രൊപ്പോസിഷൻ. അതിനെന്താ എക്സാമ്പിൾ? ബിക്കോസ് ദർ ഇസ് സ്മോക്ക് ഓൺ ദി ഹിൽ. അപ്പം നിങ്ങളുടെ കാരണം എന്താ? നിങ്ങൾ ഹില്ലിൽ സ്മോക്ക് കണ്ടു, ദാറ്റ് ഇസ് ദ റീസൺ. പ്രതിജ്ഞ കഴിഞ്ഞു, ഹേതു കഴിഞ്ഞു. ഇനി ഉദാഹരണം എന്താ? യൂണിവേഴ്സൽ പ്രൊപ്പോസിഷൻ എലോങ് വിത്ത് എൻ ഇൻസ്റ്റൻസ്. അപ്പോൾ എന്തുകൊണ്ടാണ് നിങ്ങൾ ഒരു പുക കാണുന്ന സമയത്ത് അല്ലെങ്കിൽ സ്മോക്ക് കാണുന്ന സമയത്ത് പെട്ടെന്ന് അവിടെ തീ ഉണ്ടെന്ന് പറയാനായിട്ടുള്ള കാരണം എന്താ? ദർ ഇസ് എ യൂണിവേഴ്സൽ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദി സ്മോക്ക് ആൻഡ് ദി ഫയർ. അതായത് എവിടെയൊക്കെ നിങ്ങൾ യൂഷ്വലി സ്മോക്ക് കാണാറുണ്ടോ അവിടെയൊക്കെ ഫയറും കാണാറുണ്ട്. അപ്പോൾ ഇവിടെ തമ്മിൽ യൂണിവേഴ്സൽ ആയിട്ടുള്ള റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ കൺകമ്മിറ്റൻസ് ഉണ്ട്. അപ്പോൾ അതിൽ നിന്നാണ് നിങ്ങൾ ഇങ്ങനെ ഒരു കൺക്ലൂഷനിലേക്ക് എത്തുന്നത്. അപ്പോൾ മൂന്നാമത്തെ സ്റ്റെപ്പിൽ നമ്മൾ എന്ത് ചെയ്യും? ഈ യൂണിവേഴ്സൽ പ്രൊപ്പോസിഷൻ നമ്മൾ എസ്റ്റാബ്ലിഷ് ചെയ്യും. അതിൻ്റെ കൂടെ നമ്മളൊരു എക്സാമ്പിൾ, ഒരു ഇൻസ്റ്റൻസ് കൂടെ ഒരു എക്സാമ്പിൾ ആയിട്ട് കൊടുക്കും. ഫോർ എക്സാമ്പിൾ, ഓൾ ദാറ്റ് ഹാസ് സ്മോക്ക് ഹാസ് ഫയർ. അതാണ് നമ്മുടെ യൂണിവേഴ്സൽ സ്റ്റേറ്റ്മെന്റ്. അതായത് എവിടെയൊക്കെ സ്മോക്ക് ഉണ്ടോ അവിടെ ഒക്കെ ഫയർ ഉണ്ട്. ആസ് എ കിച്ചൺ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാണ്? ഒരു ഇൻസ്റ്റൻസ് കൂടെ ആ യൂണിവേഴ്സൽ സ്റ്റേറ്റ്മെന്റിന്റെ കൂടെ കൊടുക്കുകയാണ്, ഒരു എക്സാമ്പിൾ പോലെ. സോ ഓൾ ദാറ്റ് ഹാസ് സ്മോക്ക് ഹാസ് ഫയർ ആസ് എ കിച്ചൺ. അപ്പോൾ നമ്മുടെ മൂന്നാമത്തെ സ്റ്റേജും കഴിഞ്ഞു, ഉദാഹരണവും കഴിഞ്ഞു. ഇനി നാലാമത്തെ സ്റ്റേജ് എന്താ? നാലാമത്തെ സ്റ്റെപ്പ് അല്ലെങ്കിൽ നാലാമത്തെ പ്രൊപ്പോസിഷൻ എന്താ? ദി ആപ്ലിക്കേഷൻ ഓഫ് ദി യൂണിവേഴ്സൽ കൺകമിറ്റൻസ് ടു ദ പ്രസന്റ് കേസ്. ഇവിടെ നമ്മൾ എന്താ ചെയ്യുന്നത്? ഇവിടെ നമ്മൾ പറഞ്ഞ ഈ യൂണിവേഴ്സൽ ആയിട്ടുള്ള ആ കൺകമിറ്റൻസ്, ആ റിലേഷൻഷിപ്പിനെ ഈ പ്രസന്റ് സിനാരിയോയിലേക്ക്, പ്രസന്റ് സിനാരിയോ ഏതാ? ഈ ഹില്ലിൻ്റെ സിറ്റുവേഷൻ, ആ സിറ്റുവേഷനിലേക്ക് നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്? അപ്ലൈ ചെയ്യാൻ പോവാണ്. അതാണ് ഉപനയം. ഫോർ എക്സാമ്പിൾ, ഓൾ ദാറ്റ് ഹാസ് സ്മോക്ക് ഹാസ് ഫയർ, ദിസ് ഹിൽ ടു ഹാസ് സ്മോക്ക്. അപ്പോൾ നമ്മൾ പറയുന്നത് എന്താ? എവിടെയൊക്കെ സ്മോക്ക് ഉണ്ടോ അവിടെയൊക്കെ ഫയർ ഉണ്ട്. ഞാൻ ഈ മലയിൽ എന്ത് കാണുന്നുണ്ട്? സ്മോക്ക് കാണുന്നുണ്ട്. അപ്പോൾ നമ്മൾ ആ യൂണിവേഴ്സൽ റിലേഷൻഷിപ്പിനെ എന്ത് ചെയ്യാണ്? ഈ പ്രസന്റ് സിനാരിയോയിലേക്ക് നമ്മൾ അപ്ലൈ ചെയ്യാനായിട്ട് ശ്രമിക്കുകയാണ്. ഇതൊക്കെ കഴിഞ്ഞിട്ട് ഫൈനലി നമ്മൾ വരുന്ന പോയിന്റ് എന്താ? നിഗമനം അല്ലെങ്കിൽ കൺക്ലൂഷൻ. കൺക്ലൂഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ഇറ്റ് ഈസ് എ സ്റ്റേറ്റ്മെന്റ് ദാറ്റ് വി ആർ ഡ്രോയിങ് ഫ്രം ദി പ്രിസീഡിങ് പ്രൊപ്പോസിഷൻസ്. അത് ഇതിന് മുമ്പുള്ള സ്റ്റേറ്റ്മെന്റുകളിൽ നിന്ന് ഫൈനലി നമ്മൾ കൺക്ലൂഡ് ചെയ്യുന്ന സ്റ്റേറ്റ്മെന്റ് ആണ് നിഗമനം. എന്താ നമ്മുടെ കൺക്ലൂഷൻ? ദർ ഇസ് fire on the hill. അപ്പോൾ based on the preceding statements or proposition we are concluding that there is fire on the hill. അപ്പോൾ ഇതാണ്
പരാർത്ഥ അനുമാനിലെ 5 സ്റ്റെപ്സ് അല്ലെങ്കിൽ 5 പ്രപ്പോസിഷൻസ് നമുക്ക് പറയാം. അപ്പോൾ ഈ ഒരു സീക്വൻസ് പ്രതിജ്ഞ, ഹേതു, ഉദാഹരൺ, ഉപനയ, നിഗമൻ, ഈ ഒരു സീക്വൻസ് ഇമ്പോർട്ടൻ്റ് ആണ്, അതിൻ്റെ എക്സ്പ്ലനേഷൻ ഇമ്പോർട്ടൻ്റ് ആണ്, ആൻഡ് ഓൾസോ അതിൻ്റെ എക്സാമ്പിളും ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി ഒരു പ്രധാനപ്പെട്ട കാര്യം കൂടി ഇതിനോട് റിലേറ്റ് ചെയ്തിട്ട് അല്ലെങ്കിൽ കുറച്ചുകൂടെ എക്സ്റ്റെൻഡ് ചെയ്ത് നമ്മൾ ഈ കോൺസെപ്റ്റിനെ പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്താണ്? ഇവിടെ നിങ്ങൾ നോക്കി 5 സ്റ്റേറ്റ്മെൻറ്റുകൾ നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിനകത്തെ ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റും 5ാമത്തെ സ്റ്റേറ്റ്മെൻറ്റും അല്ലെങ്കിൽ ഒന്നാമത്തെ പ്രപ്പോസിഷനും 5ാമത്തെ പ്രപ്പോസിഷനും എന്താണ്? They mean the same thing. They coincides with each other നമുക്ക് പറയാം. There is fire on a hill, there is fire on the hill. അപ്പോൾ രണ്ടും എന്താ? ഒരേ മീനിങ് ആണ്, ഒരു റെപ്പിറ്റേഷനാണ് നമ്മൾ കാണുന്നത്. ഒന്നിൻ്റെ റെപ്പിറ്റേഷനാണ് 5 എന്ന് വേണമെങ്കിൽ പറയാം. ഇനി 2ഉം 4ഉം നിങ്ങൾ നോക്കൂ. ബിക്കോസ് ദർ ഇസ് സ്മോക്ക് ഓൺ ദ ഹിൽ എന്നുള്ളതാണ് രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ്. ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താ? ഓൾ ദർ ഹാസ് സ്മോക്ക് ഇസ് ഫയർ, ദിസ് ഹിൽ ടു ഹാസ് സ്മോക്ക്. ഇവിടെ നമ്മൾ എഴുതിയിരിക്കുന്നത് എന്താ? ഈ യൂണിവേഴ്സൽ പ്രപ്പോസിഷൻ ഈ പ്രസന്റ് കേസിലേക്ക് നമ്മൾ അപ്ലൈ ചെയ്തിട്ട് നമ്മൾ പറയുന്ന പോയിന്റ് ദിസ് ഹിൽ ടു ഹാസ് സ്മോക്ക് എന്നാണ് പറയുന്നത്. അത് തന്നെയാണ് നമ്മുടെ രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ്, ദർ ഇസ് സ്മോക്ക് ഓൺ ദി ഹിൽ. അപ്പോൾ ഇവിടെ നമുക്ക് മനസ്സിലാവുന്ന കാര്യം എന്താ? 1ഉം 5ഉം കോയിൻസൈഡ് ചെയ്യുന്നു. ദേ മീൻ ദ സെയിം തിങ്. 2ഉം 4ഉം കോയിൻസൈഡ് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ അതിനെ നമുക്ക് എങ്ങനെ പറയാം? ഔട്ട് ഓഫ് ദ 5 പ്രപ്പോസിഷൻസ് 2 അപ്പിയർ റിഡൻഡന്റ്. റിഡൻഡന്റ് എന്ന് പറഞ്ഞാൽ റിപ്പീറ്റിംഗ് ആയിട്ട് വരുന്നു. ആൻഡ് വി മേ ഈസിലി ലീവ് ഔട്ട് either the first 2 or the last 2 which are essentially the same. The first coincides with the 5th and the second with the 4th. എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? 1ഉം 5ഉം സിമിലർ കാര്യങ്ങളാണ് പറയുന്നത്, 2ഉം 4ഉം സിമിലർ ആണ്, റിപ്പീറ്റേഷൻ ആണ്. അപ്പോൾ നമുക്കൊന്നെങ്കിൽ ഈ ആദ്യത്തെ 2 നമ്മൾ എലിമിനേറ്റ് ചെയ്ത് 3, 4, 5 പ്രപ്പോസിഷൻസ് എടുത്താലും, അല്ലെങ്കിൽ അവസാനത്തെ 2 എലിമിനേറ്റ് ചെയ്തിട്ട് ആദ്യത്തെ 3 നമ്മൾ എടുത്താലും കൃത്യമായിട്ട് ഒരു അനുമാനം അല്ലെങ്കിൽ ഇൻഫറൻസിൻ്റെ സ്ട്രക്ചർ അതിൽ തന്നെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ഇത്രയും കോംപ്ലിക്കേഷനിലേക്ക് ഒന്നും പോകണ്ട, നിങ്ങൾ ഇത്രയും കാര്യം ഓർത്താൽ മതി. ഔട്ട് ഓഫ് ദിസ് 5 സ്റ്റേറ്റ്മെന്റ്സ് ഓർ പ്രപ്പോസിഷൻസ് 1 coincides with the 5th one and the second coincides with the 4th one. അതാണ് ഇവിടെ സംഭവിക്കുന്നത്. ബിക്കോസ് ദേ ആർ റിഡൻഡന്റ്, അല്ലെങ്കിൽ ആദ്യം പറയുന്ന കാര്യം തന്നെ ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റിലെ അതേ ആശയമാണ് 5ാമത്തെ സ്റ്റേറ്റ്മെന്റിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ഇനി നമുക്ക് ആ ക്വസ്റ്റിലേക്ക് വരാം. ഈ ക്വസ്റ്റിൽ എന്താ ചോദിച്ചിരിക്കുന്നത്? സ്റ്റേറ്റ്മെന്റ് 1. Among the 5 prepositions in Nyaya syllogism, the first pradigna coincides with the 5th, that is nigaman. ശരിയല്ലേ? The first coincides with the 5th. ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ? പ്രതിജ്ഞ. നമ്മൾ പ്രതിജ്ഞ, ഹേതു, ഉദാഹരണം, ഉപനയ, നിഗമനം എന്നുള്ള സീക്വൻസ് പറഞ്ഞു. സോ അതിനകത്ത് ഫസ്റ്റ് പ്രതിജ്ഞ കോയിൻസൈഡ്സ് വിത്ത് ദി ലാസ്റ്റ് വൺ, ദാറ്റ് ഇസ് നിഗമൻ. അപ്പോൾ ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് എന്താ? Among the 5 prepositions in Nyaya syllogism, the term the second or the hedu coincides with the 4th. അതല്ലേ ഇവിടെ പറഞ്ഞിരിക്കുന്നത്? ആൻഡ് the second with the 4th. അതായത് സെക്കൻഡ് വരുന്ന നമ്മളുടെ ആ ഒരു ഓർഡർ അല്ലെങ്കിൽ ആ ഒരു ഡിഫറെൻറ്റ് പ്രപ്പോസിഷനിലെ സെക്കൻഡ് വൺ ഇസ് ഹേതു ആൻഡ് ദ 4th one is ഉപനയം. സോ the hedu is coinciding with the ഉപനയം. അതും അപ്പോൾ ശരിയല്ലേ? ആ 2 സ്റ്റേറ്റ്മെന്റുകളും ശരിയാണ്. സോ the right answer is option A, both statement 1 and statement 2 are correct. സോ ഈ വീഡിയോയിൽ നമ്മൾ 2 പ്രധാനപ്പെട്ട ടൈപ്സ് ഓഫ് ഇൻഫറൻസസ് നമ്മൾ എക്സ്പ്ലോർ ചെയ്തു, സ്വാർത്ഥ അനുമാൻ ആസ് വെൽ as പരാർത്ഥ അനുമാൻ. സോ അതിനകത്ത് ഡിഫറെൻറ്റ് സ്റ്റെപ്സ് ഏതൊക്കെയാണ് പരാർത്ഥ അനുമാനിലെ നമ്മൾ എക്സ്പ്ലോർ ചെയ്തു. അതിൻ്റെ എക്സ്പ്ലനേഷൻസും എക്സാമ്പിൾസും ഇമ്പോർട്ടൻ്റ് ആണ്. അതിനെ എക്സ്റ്റെൻഡ് ചെയ്ത് നിങ്ങൾക്ക് പഠിക്കാനായിട്ട് സാധിക്കുന്ന മറ്റൊരു സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള തോട്ട് കൂടി ഒരു ക്വസ്റ്റനിലൂടെ നമ്മൾ എക്സ്പ്ലോർ ചെയ്തു. ഇത് ഇനിയും നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്യാം. അതായത് ഈ പരാർത്ഥ അനുമാനെ അരിസ്റ്റോട്ടലിയൻ സിലോജിസവുമായിട്ട് അല്ലെങ്കിൽ വെസ്റ്റേൺ ലോജിക്കിലുള്ള ഒരു ഡിഡക്റ്റീവ് ആർഗ്യുമെൻറ്റിൻ്റെ സ്ട്രക്ചറുമായിട്ട് കമ്പയർ ചെയ്യുന്ന കോൺസെപ്റ്റിൽ നിന്നും നിങ്ങൾ ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. അത് നമ്മൾ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മുടെ LMS സെഷനിലും ക്ലാസ് റൂം സെഷൻസിലും ഓൾറെഡി എക്സ്പ്ലോർ ചെയ്തിട്ടുള്ളതാണ്. സോ ഐ ഹോപ്പ് ഈ വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് ക്ലിയർ ആണ്. സോ കൃത്യമായിട്ട് എക്സാം റിലേറ്റഡ് ആയി നിങ്ങൾ ക്വസ്റ്റ്യൻസ്, എസ്പെഷ്യലി ദ വെരി റീസെൻറ്റ് ക്വസ്റ്റ്യൻസ്, അത് നിങ്ങളൊന്ന് എക്സ്പ്ലോർ ചെയ്യുക. സോ അതിലൂടെ നമുക്ക് കൃത്യമായിട്ട് എങ്ങനെയാണ് പഠിക്കേണ്ടത് എന്നുള്ളത് മനസ്സിലാവും. അപ്പോൾ ഓരോ തവണ ഇപ്പോൾ യൂഷ്വൽ കേസിൽ എപ്പോഴും നമ്മൾ സ്വാർത്ഥ അനുമാനം പരാർത്ഥ അനുമാനം പഠിക്കുന്ന സമയത്ത് അത് എന്താണെന്ന് പഠിക്കും, അതിൻ്റെ സ്റ്റെപ്സ് പഠിക്കും, ദാറ്റ്സ് ഇറ്റ്. പക്ഷേ അത് കുറച്ചുകൂടെ എക്സ്റ്റെൻഡ് ചെയ്ത് ഇങ്ങനെ ചില ഐഡിയാസ് കൂടി അതിനകത്ത് നമുക്ക് എക്സ്പ്ലോർ ചെയ്യാനായിട്ട് സാധിക്കും. ആ ഒരു ഐഡിയ ഉറപ്പായിട്ട് നമുക്ക് എവിടെ നിന്നാണ് കിട്ടുക? പ്രീവിയസ് ക്വസ്റ്റ്യൻസ് എക്സ്പ്ലോർ ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഇങ്ങനെയുള്ള ചില വശങ്ങൾ കൂടെ നമ്മൾ കൺസിഡർ ചെയ്യേണ്ടതായിട്ടുണ്ടെന്ന് നമുക്ക് മനസ്സിലാവുക. സോ ദിസ് ഈസ് ഹൗ യു ലേൺ ന്യൂ തിങ്സ് ആൻഡ് ദിസ് ഈസ് ഹൗ യു അപ്ഡേറ്റ് യുവർ സെൽഫ് ഫോർ ദ നെക്സ്റ്റ് അറ്റംപ്റ്റ് ആസ് വെൽ. സോ ഇത്തരത്തിൽ വളരെ അപ്ഡേറ്റഡ് ആയിട്ട് പേപ്പർ 1 നിങ്ങൾക്ക് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ വി ആർ പ്രൊവൈഡിങ് ബോത്ത് ഓൺലൈൻ ആൻഡ് ക്ലാസ് റൂം ക്ലാസ്സസ് ഹിയർ. സോ നിങ്ങൾക്ക് കോഴ്സുമായിട്ട് ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ അറിയാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. സോ ദാറ്റ്സ് ഓൾ ഫോർ ദിസ് സെഷൻ. താങ്ക് യു ആൻഡ് ഹാപ്പി ലേണിംഗ്.